നോക്കൂ, ഈ വർത്തമാനങ്ങൾ നമ്മുടെ ഇരുന്നിരുന്നൊക്കെ കഴിഞ്ഞപ്പോൾ ശാസ്ത്രലോകത്തിലൂടെ കടന്നു പോകുന്ന ടെക്നോളജി ഇല്ലാതാവുള്ളൂ. ശാസ്ത്ര വികസനം നടക്കും, ടെക്നോളജി വരും, അത് വേണ്ടാത്തത് ആർക്കെങ്കിലും ഒഴിവാക്കാൻ പറ്റുമോ? കമ്പ്യൂട്ടറും മൊബൈലും ഇതെല്ലാം ആവശ്യ ഘടകങ്ങളാണ്, ഇതെല്ലാം വരും. അപ്പൊ അതിനൊക്കെ നല്ല രീതിയിൽ, അതിനൊക്കെ ഒരു പോസിറ്റീവ് വശമുണ്ട്, നെഗറ്റീവ് വശമുണ്ട്. നമ്മൾ അതൊക്കെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പോകണമെന്ന് മാത്രം. കൊച്ചായിരിക്കുമ്പോൾ ആ കുട്ടിക്ക് വേണ്ടത് ഫോണല്ല, അമ്മയുടെ അച്ഛൻ്റെയും ഒക്കെ ഊഷ്മളമായ സ്നേഹമാണ് വേണ്ടത്. അവർക്ക് സ്വാതന്ത്ര്യം വേണം, ആ സ്വാതന്ത്ര്യം കൊടുക്കുക, അവരെ സ്നേഹിക്കുക. ഇതൊന്നും ചെയ്യാതെ നമുക്ക് സമയമില്ല, നമുക്ക് നൂറുകൂട്ടം കാര്യം. അപ്പൊ ഈ ഒരു ഫോൺ കൊടുത്തല്ലേ, TV ഓണാക്കി ആ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കാര്യം നോക്കുമ്പോൾ ആ കുട്ടി നമ്മൾ ഇനി ശല്യപ്പെടുത്തില്ലല്ലോ എന്നാണ് നമ്മൾ കേട്ടത്. പിന്നെ ഇങ്ങനെ മാഷ് പറഞ്ഞതുപോലെ ഒരു കാരണവശാലും ഞാൻ അതിലൂടെ അംഗീകരിക്കില്ല. ഇപ്പോഴത്തെ തലമുറയുടെ കൂടെ നിൽക്കുന്ന വ്യക്തിയാണ് ഞാൻ. അവരുടെ ഭാഗത്ത് ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. സത്യത്തിൽ അവർ വഴിതെറ്റി പോകുന്നെങ്കിൽ അതിന് കാരണക്കാർ നിലവിലുള്ള വ്യവസ്ഥിതികളും അതിന് കാരണം നമ്മളുമാണ്, ഈ നിലവിലുള്ള ആളുകളാണ്. യുവതലമുറ വളരെ പ്രതിബദ്ധത ഉള്ളതും ബോധവത്തായ വ്യക്തികളുമാണ്. അവർക്ക് വേണ്ടുന്ന സാഹചര്യം ഒരുക്കി കൊടുക്കാൻ, അവരെ വളരാൻ അനുവദിക്കേണ്ടത് നമ്മളുടെ കർത്തവ്യമാണ്. ഞാൻ പല സന്ദർഭങ്ങളിലും പല അനുഭവങ്ങളിലൂടെ കണ്ടിട്ടുണ്ട്. നെഗറ്റീവും പോസിറ്റീവുമായ സാഹചര്യങ്ങളൊക്കെ ഈ സമൂഹത്തിലുണ്ട്. നേരത്തെ ഇങ്ങനെ തന്നെയാണ്. മാഷ നേരത്തെ പറഞ്ഞില്ലേ, ഇത് നമ്മളിപ്പോ ചിന്തിക്കും, ഇപ്പോഴത്തെ തലമുറ എന്തോ വലിയൊരു പ്രശ്നം കാണിച്ചു വയ്ക്കുകയാണ്. ഇതിങ്ങനെ പണ്ടത്തെ കാലത്ത് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ നമ്മൾ ആ ഒരു പൊട്ടക്കണക്കിൽ കിടന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ അറിയൂ. ഇന്നത്തെ പോലെ മാധ്യമങ്ങളും ഇതെല്ലാം വന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ അവിടെ ഇവിടെയൊക്കെ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നത്. അന്നുമൊക്കെ ഇത് തന്നെയാണ്. കുറെ നല്ല മനുഷ്യരും ഉണ്ട് സമൂഹത്തിൽ, കുറെ കുഴപ്പക്കാരും ഉണ്ട്. അപ്പൊ അതൊക്കെ ആ മനുഷ്യൻ നമ്മളുടെ വളർച്ചയ്ക്കനുസരിച്ച് നമ്മുടെ ബോധം എത്ര വളർന്നിട്ടുണ്ട്, നമ്മളെത്ര നല്ല മനുഷ്യരായിട്ടുണ്ട് എന്നതിനെ ആസ്പദമാക്കിയിട്ടുണ്ട്. അതിന് ഒരു വർഗീകരണത്തിന്റെയും ആവശ്യമില്ല. ജാതിയോ മതമോ ഒന്നും ഇപ്പോൾ ഉസ്താദ് പറഞ്ഞതുപോലെ ഇവിടെ ജാതിയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ഒന്നിന്റെയും പേരിൽ നമ്മൾ വർഗീകരിക്കേണ്ട. അതുപോലെ ജനറലൈസേഷൻ ചെയ്യുന്ന ഒരു പ്രവണത മനുഷ്യന് സഹജമായി ഉള്ളതാണ്. ഈ കാലം ഇങ്ങനാണ്, അല്ലെങ്കിൽ ഇതിങ്ങനെയുള്ള ഈ സംഗതിയാണ്. ഒന്നും ഒരു രീതി, അതൊക്കെ നമ്മുടെ കാഴ്ചപ്പാടുകളാണ്. നമ്മുടെ വൈകല്യമായി വരുന്നത്. നമ്മൾ വിശാലമായി ചിന്തിക്കാൻ പഠിക്കുക, നമ്മൾ എല്ലാവരെയും ഉൾക്കൊള്ളാൻ പഠിക്കുക. നമുക്കൊക്കെ വേണ്ടത് എന്താണ്? സ്നേഹവും സാഹോദര്യവും ഐക്യവും സഹകരണവും സഹവർത്തിത്വവും ഒക്കെയാണ്. ഇതെല്ലാം മനുഷ്യർക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് സമയം നമ്മൾ മാറ്റി വെച്ച് നമ്മുടെ ആ വർഗീയമായ അല്ലെങ്കിൽ ഒരു കമ്പാർട്ട്മെന്റിൽ കൂടി ഒതുങ്ങി വെച്ചിരിക്കുന്ന ആ ജീവിതം അത് മാറ്റിയിട്ട് വിശാലമായ ഒരു തലത്തിലെത്തി നമ്മൾ ജാതി വർഗവും ഇങ്ങനെയുള്ളതിനെയൊക്കെ അതീതമായ തരത്തിൽ നമുക്കിടയിൽ എങ്ങനെ സാഹോദര്യം വളർത്താം, മനുഷ്യത്വത്തിന്റെ പേരിൽ നമ്മൾ എങ്ങനെ ആഘോഷങ്ങൾ നടത്താം എന്ന തരത്തിൽ ഒരു സമയം നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ യുവതലമുറ നല്ല രീതിയിൽ വരും. അവരെ പ്രത്യേകമായ ഒന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, അവര് അതിന് സജ്ജരാണ്. ഇവിടെ നമ്മളിവിടെ കൂടിയിരിക്കുന്ന എന്തിനാണ്? നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനാണ്. നമ്മളാണ് മാറേണ്ടത്. ഞാൻ പറഞ്ഞു, നമ്മൾ മാറണം. നമുക്ക് ഒരു വാക്ക് കേട്ടാൽ ചെറിയൊരു കാര്യത്തിലൂടെ നമ്മൾ മാറാൻ തയ്യാറായാൽ ആ ചെറിയ മാറ്റമാണ് വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിയിക്കുന്നത്. അപ്പൊ നമുക്ക് കുറേയേറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മൾ തുറന്ന മനസ്സോടുകൂടി നല്ലതിന് വേണ്ടി എല്ലാം പോസിറ്റീവായി കണ്ടുകൊണ്ട് നമുക്ക് മാറാൻ പറ്റുമെന്നും നമുക്ക് നമ്മുടെ വരും തലമുറകളെ മാറ്റി നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. എല്ലാം നല്ലതിനാണ് സംഭവിക്കുന്നത്. അങ്ങനെ ശുഭാപ്തി വിശ്വാസത്തോട് പോകണം എന്ന് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് അടുത്ത ആരെങ്കിലൊക്കെ സംസാരിക്കാൻ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം അവസരം കൊടുക്കുകയാണ്.